എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ നമ്മുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. വികസനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കായിക വികസനവും ചാലകശേഷി വികസനവും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. വൈകാരിക വികസനം വിശദീകരിച്ചു കഴിഞ്ഞു. ബൗദ്ധിക വികസനവും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി സാമൂഹികവും സാൻമാർഗികവുമായ വികസനം, ഭാഷാപര വികസനം, ഇവ രണ്ടുമാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത്. അത് രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നമുക്ക് സാമൂഹിക വികസനത്തെക്കുറിച്ച് പറയാം. അതിനുശേഷം സാൻമാർഗിക വികസനത്തെക്കുറിച്ചും പറയുന്നതാണ്. എന്താണ് സാമൂഹിക വികസനം? താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം. നമ്മളൊക്കെ പല സംഘങ്ങളിലും അംഗങ്ങളാണ്. ഉദാഹരണം, നമ്മുടെ കുടുംബം. ആ കുടുംബത്തിൽ സ്വീകാര്യനായ ഒരു അംഗമായി തീരാൻ വേണ്ടി ചില മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ഒക്കെ നമ്മൾ ആർജിക്കേണ്ടി വരും. അതിന് ഒരു കുട്ടിയെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം. ഈ സാമൂഹിക വികസനം സാമൂഹിക വ്യവഹാരത്തിന്റെ വികസനമാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നത് പഠിച്ചെടുക്കലാണ് യഥാർത്ഥത്തിൽ. അതിനെ സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ എന്നുകൂടി പറയാം. ആ പേര് കൂടി നമ്മൾ ഓർക്കുക. ആ ഇംഗ്ലീഷ് നാമം ഓർത്ത് വെക്കുക. സാമൂഹ്യവൽക്കരണം എന്നതിന്റെ ഇംഗ്ലീഷാണ് സോഷ്യലൈസേഷൻ. ഇതിനെ സോഷ്യലൈസേഷൻ എന്നാണ് പറയുക. ഇനി നമുക്ക് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുള്ള സാമൂഹികമായ വികസനം എങ്ങനെയെന്ന് പരിശോധിക്കാം. ശൈശവത്തിലെ സാമൂഹിക വികസനം അഥവാ ഒരു ശിശുവായിരിക്കുന്ന നേരത്ത് ജനിച്ച ഉടനെ ഉള്ള കുട്ടിയുടെ സാമൂഹിക വികസനം എങ്ങനെയാണ്? ജനിച്ച ഉടനെയും ആദ്യത്തെ ഏതാനും മാസങ്ങളിലുമുള്ള കുട്ടിയുടെ വ്യവഹാരത്തെയാണ് സാമൂഹിക പൂർവ്വ വ്യവഹാരം അഥവാ പ്രീ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. പ്രീ സോഷ്യൽ ബിഹേവിയർ എന്നാണ് ജനന സമയത്തും പിന്നെ ജനിച്ച് ഏതാനും മാസങ്ങളിലുമുള്ള കുട്ടിയുടെ പെരുമാറ്റത്തെ പ്രീ സോഷ്യൽ ബിഹേവിയർ, സാമൂഹിക പൂർവ്വ വ്യവഹാരം എന്നാണ് പറയുക. അക്കാലത്തെ പ്രത്യേകത, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് മറ്റു വ്യക്തികളിൽ പ്രത്യേക താല്പര്യമൊന്നും കാണുകയില്ല. കുട്ടി മനുഷ്യരെ കാണുന്നത് വേറെ വസ്തുക്കളെ കാണും പോലെ തന്നെയാണ്. അവ തമ്മിലൊന്നും ഒരു വ്യത്യാസമൊന്നും കുട്ടിക്ക് അനുഭവപ്പെടുകയില്ല. എന്നാൽ ഷെർലി എന്ന സയന്റിസ്റ്റ് പറയുന്നത്, ഒരു കുട്ടി 1 മാസം പ്രായമാവുമ്പോൾ തന്നെ ചുറ്റുമുള്ള മുതിർന്ന വ്യക്തികളുടെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ തന്നെ ആ കുട്ടിയുടെ ശരിയായ സാമൂഹ്യ പെരുമാറ്റം ആരംഭിക്കുന്നുണ്ട്, സാമൂഹിക വ്യവഹാരം, സോഷ്യൽ ബിഹേവിയർ ആരംഭിക്കുന്നുണ്ട് എന്നാണ് ഷെർലി എന്ന സയന്റിസ്റ്റ് പറയുന്നത്. ഇനി ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വികസനം. ഈ കാലഘട്ടത്തിൽ കുട്ടി ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രം സാമൂഹിക പ്രവണത കാണിക്കുന്ന ശൈലി വിട്ട് തികച്ചും സാമൂഹികവൽക്കരിക്കപ്പെട്ട അഥവാ സോഷ്യലൈസേഷൻ ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട് വികസിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെടാനും സംഘപ്രവർത്തനങ്ങളിൽ കളികളിലുമൊക്കെ ഏർപ്പെടാനും ഒക്കെ കുട്ടി പഠിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ തന്നെ ഒരു പ്രത്യേകത, ഒരു 3 വയസ്സ് വരെ കുട്ടി ചെറുത്തു നിൽക്കാനാണ് പ്രവണത കാണിക്കുക. മറ്റുള്ളവരിൽ നിന്ന് ഒരു ചെറുത്തു നിൽപ്പിന്റെ മനോഭാവമാണ് കുട്ടിക്കുണ്ടാവുക. എന്നാൽ 4 വയസ്സാകുമ്പോൾ മുതൽ അങ്ങോട്ട് സഹകരണ മനോഭാവവും സൗഹൃദവും പിന്നെ മുതിർന്നവരുടെ അംഗീകാരം നേടാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നു കുട്ടി. ഇതാണ് ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വികസനം. ഇനി നമുക്ക് പിൽക്കാല ബാല്യത്തിലെ സാമൂഹിക വികസനത്തെ കുറിച്ച് പറയാം. പിൽക്കാല ബാല്യം എന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതൽ അങ്ങോട്ട്. അപ്പോൾ 6 വയസ്സാകുമ്പോൾ കുട്ടി വിദ്യാലയത്തിൽ പോയി തുടങ്ങുന്നു. അങ്ങനെ അവന് പുതിയ കുറെ കൂട്ടുകാരുണ്ടാകുന്നു, അവരുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ 2-ലധികം സ്നേഹിതന്മാരുടെ കൂടെ കളിക്കുക എന്നത് അവൻ്റെ ഒരു ശീലമായി മാറുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ കുട്ടിക്ക് പുതിയ നല്ല സാമൂഹിക ധാരണയും ഗ്രഹണശേഷിയും ഒക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് സാമൂഹിക നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ അനുസരിച്ച് കൊണ്ട് കുട്ടി പ്രവർത്തിക്കുന്നു. പിന്നെ ഈ ഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, കുട്ടി ഈ സംഘത്തിൽ അംഗമായി തീരും. ഒരു സംഘത്തിന്റെ സ്വാധീനം അഥവാ അവന്റെ കൂട്ടുകാരടങ്ങുന്ന ഒരു സംഘത്തിൽ അവൻ അംഗമായി തീരും.
ആ സംഘവുമായുള്ള സൗഹൃദവും ആ സംഘത്തിൽ പാലിക്കേണ്ട വിശ്വസ്തത, സംഘവിശ്വസ്തതയും ഒക്കെ ആ കുട്ടി പാലിക്കും. അപ്പൊ കുട്ടി സ്കൂളിനകത്തും പുറത്തുമൊക്കെ ഒരു ഗ്രൂപ്പിലെ അംഗമായി തീരും. ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പോരടിക്കുന്ന ഒരു സ്വഭാവം ആ കുട്ടിക്ക് ഉണ്ടാകും. പിന്നെ ഈ കാലഘട്ടത്തിൽ പിൽക്കാല ബാല്യത്തിൽ നമുക്ക് കാണാവുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പരസ്പരം അകലുന്ന ഒരു അകൽച്ച കാണിക്കുന്ന ഘട്ടമാണ് ഈ പിൽക്കാല ബാല്യം. ഇനി നാലാമത്തെ ഘട്ടമായ കൗമാരത്തിലെ സാമൂഹ്യ വികസനത്തെ കുറിച്ച് പറയാം. കൗമാരപ്രായത്തിൽ 12 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആദ്യകാല കൗമാരകാലത്ത് കുട്ടിയുടെ സാമൂഹ്യ വികസനം എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. സന്ദർഭത്തിലെ അവന്റെ സാമൂഹ്യ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഗ്യാങ് ആണ്, ആ കുട്ടികളുടെ സംഘമാണ്. ഈ ഗ്യാങ്ങുകൾക്ക് നേരത്തെ തന്നെ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്ന ആ ഗ്യാങ്ങുകൾ ഒന്നുകൂടി വികസിക്കുകയാണ്. ആ ഗ്യാങ്ങുകൾക്ക് സ്വന്തമായ ചില രഹസ്യ സൂചക പദങ്ങളും ചിഹ്നങ്ങളും നിയമങ്ങളും സ്വകാര്യ സമ്മേളന സ്ഥലങ്ങളും ഒക്കെ കാണും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് ഈ സംഘത്തിൽ പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവപ്പെടും. ആ സംഘത്തിന്റെ നേതാവിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് കുട്ടികൾ പ്രവർത്തിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു നേതാവിന്റെ ഒരു അടിമയാണ് ഞാൻ എന്ന മനോഭാവം ഉണ്ടാവില്ല. പരിപൂർണമായ സ്വാതന്ത്ര്യം താൻ ആ സംഘത്തിൽ അനുഭവിക്കുന്നു. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഒരു സംഘത്തിന്റെ കൂടെ നിൽക്കുന്ന ഘട്ടമാണ് ആദ്യകാല കൗമാരകാലം, അഥവാ 12-ാം വയസ്സ് മുതൽ 14-ാം വയസ്സ് വരെയുള്ള കാലം. ഇനി പിൽക്കാല കൗമാരഘട്ടം 15 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല കൗമാരഘട്ടം. ഈ കാലഘട്ടത്തിലെ പ്രത്യേകത സ്വന്തം അഭിപ്രായങ്ങൾ സ്ഥാപിക്കുന്നതിനും ഗർവ് കാണിക്കുന്നതിനും പരുക്കൻ വ്യവഹാരത്തിനുമൊക്കെയുള്ള പ്രവണത ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ സംഘവിശ്വസ്തത വളരെ പ്രകടമായിരിക്കും. അവർ അംഗമായിരിക്കുന്ന സംഘത്തോട് അവർ കാണിക്കുന്ന വിശ്വസ്തത വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. അത് അവരുടെ ഗ്യാങ്ങിനോട് മാത്രമല്ല, സമിതികൾ, സംഘങ്ങൾ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയവയുടെ ഒക്കെ ഈ ഒരു ബന്ധം ഈ കാലഘട്ടത്തിൽ അഥവാ പിൽക്കാല കൗമാരഘട്ടത്തിൽ കുട്ടികൾ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം സംഘങ്ങളിൽ നിന്ന് ആ കുട്ടി പലവിധ സാമൂഹ്യ മൂല്യങ്ങളുമൊക്കെ ആർജിച്ചെടുക്കുകയും ചെയ്യും. അതാണ് പിൽക്കാല കൗമാരഘട്ടത്തിലെ സാമൂഹികമായ വികസനം. ഇനി നമുക്ക് സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. ഒരു വ്യക്തിയെ ഇങ്ങനെ സോഷ്യലൈസേഷൻ നടത്തുന്നതിൽ സമൂഹവുമായിട്ട് കൂടുതൽ നന്നായി ഇടപഴകുകയും നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുവാൻ കുട്ടിയെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, വ്യക്തിപരമായ ഘടകങ്ങൾ, വൈയക്തിക ഘടകങ്ങൾ. രണ്ടാമതായിട്ട് പരിസ്ഥിതി ഘടകങ്ങൾ. ഈ രണ്ടുമാണ് ഒരു കുട്ടിയെ സാമൂഹികമായിട്ട് വികസിപ്പിക്കുന്ന ഘടകങ്ങൾ. ആദ്യം നമുക്ക് നോക്കാം വൈയക്തിക ഘടകങ്ങൾ. വ്യക്തിപരമായിട്ട് ഒരു കുട്ടിയിലുള്ള ചില കാര്യങ്ങൾ അവനെ സമൂഹവുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നു. ഒന്നാമത്തെ കായിക ഘടകം, നല്ല ശാരീരിക ശേഷി, ആരോഗ്യമുള്ള ശരീരം. നല്ല കായിക ഘടനയും ആരോഗ്യമുള്ള കുട്ടികളിൽ നല്ല ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഒക്കെ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവര് നല്ല വെല്ലുവിളിയുള്ള സാമൂഹ്യ സാഹചര്യങ്ങളാണെങ്കിലും ശരി, അവയോടൊക്കെ പൊരുത്തപ്പെട്ടു പോവാൻ അവർക്ക് സാധിക്കും. നല്ല ശാരീരിക ശേഷിയൊക്കെ ഉള്ളതുകൊണ്ട്, നല്ല ശാരീരിക ഘടനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെപ്പോഴും നല്ല പ്രസന്നതയും സഹകരണ മനോഭാവമുള്ളവരൊക്കെ ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകാനും നല്ല സാമൂഹ്യ ബന്ധങ്ങൾ പുലർത്താനും ഒക്കെ അവർക്ക് കഴിയും. അവർക്കതിന് താല്പര്യവും ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ശാരീരിക ഘടന അഥവാ ശാരീരിക ആരോഗ്യം, കായിക ഘടകം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് സമൂഹവുമായിട്ട് ഒരു വ്യക്തിയെ ബന്ധിപ്പിക്കുന്നത് അഥവാ സാമൂഹികമായ വികസനം നടക്കുന്നതിൽ. അപ്പൊ ഒന്നാമത്തെ കായിക ഘടകം. രണ്ടാമത്തത് മാനസിക ഘടകം അഥവാ ബുദ്ധിശക്തി എന്ന് പറയാം. ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കാനും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനുമുള്ള കഴിവ്, അതാണ് ബുദ്ധിശക്തി. ആ ബുദ്ധിശക്തി ഉണ്ടായിരിക്കണം. എങ്കിലേ ഒരു കുട്ടിക്ക് സാമൂഹികമായ കാര്യക്ഷമമായ സാമൂഹ്യ വ്യവഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.
ബുദ്ധി കൂടുന്നതിനനുസരിച്ച് ജനങ്ങളുമായിട്ട് നന്നായി പൊരുത്തപ്പെടാനും സാമൂഹിക മനോഭാവം പുലർത്താനും ഒക്കെ വ്യക്തികൾക്ക് സാധിക്കും. ബുദ്ധി കുറവാണെങ്കിൽ അതിന് കഴിയില്ല. ബുദ്ധി കുറവാണെങ്കിൽ വേണ്ട സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. പിന്നെ മാറി മാറി വരുന്ന പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോവാനും ബുദ്ധിശക്തി കുറഞ്ഞവർക്ക് കഴിയില്ല. അപ്പൊ ബുദ്ധിശക്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹികമായ വികസനത്തിൽ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വൈകാരിക ഘടകം. കുട്ടികളുടെ വൈകാരിക വികസനത്തിന് സാമൂഹിക വികസനത്തോട് വലിയ ബന്ധമുണ്ട്. അപ്പൊ വൈകാരിക വികസനം എന്ന് പറഞ്ഞാൽ ഈ വികാരങ്ങൾ വേണ്ടുന്ന ഘട്ടങ്ങളിൽ വേണ്ടുന്ന അളവിൽ പ്രകടിപ്പിക്കാനുള്ള ശേഷി, വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവുന്ന വ്യക്തിക്ക് ആരോഗ്യകരമായ സാമൂഹ്യ വ്യക്തിത്വം ഉള്ളതായിട്ട് കാണുന്നു. അഥവാ ദേഷ്യപ്പെടേണ്ടുന്ന ഘട്ടത്തിൽ മാത്രം ദേഷ്യപ്പെടുക, ദേഷ്യപ്പെടേണ്ടതില്ലാത്ത അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ പാടില്ലാത്ത ഘട്ടങ്ങളിൽ ദേഷ്യപ്പെട്ടാൽ അത് നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകുമോ? മറ്റ് ആളുകളുമായിട്ട് പരുക്കൻ ശൈലിയിലാണ് ഒരു വ്യക്തി എപ്പോഴും പെരുമാറുന്നതെങ്കിൽ അയാൾക്ക് നല്ല രീതിയിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ, മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വൈകാരികത അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ വൈകാരിക ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് വ്യക്തിയുടെ വൈയക്തിക ഘടകങ്ങളെ സംബന്ധിച്ചാണ്. അഥവാ കായിക ഘടകം, മാനസിക ഘടകം, വൈകാരിക ഘടകം. സമൂഹവുമായിട്ട് കുട്ടിയെ അടുപ്പിക്കുന്ന, സമൂഹവുമായുള്ള കുട്ടിയുടെ ബന്ധത്തെ നിർണയിക്കുന്ന ആ കുട്ടിയിൽ തന്നെയുള്ള 3 കാര്യങ്ങളായി പറഞ്ഞത്. ഇനി പരിസ്ഥിതി ഘടകങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തത് കുടുംബം. കുട്ടിയുടെ സാമൂഹ്യ വികസനത്തിൽ ഏറ്റവും പ്രധാനമായ സ്വാധീനം ചെലുത്തുന്നത് കുടുംബമാണ്. ആ സ്വാധീനമാവട്ടെ ജീവിതത്തിന്റെ അവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കുട്ടികൾ എല്ലാ സാമൂഹ്യ സവിശേഷതകളും എല്ലാ സാമൂഹ്യ സ്വഭാവങ്ങളും ആദ്യം അഭ്യസിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ആ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും അനുകരിച്ചാണ് കുട്ടി നല്ലതോ ചീത്തയോ ആയ നിരവധി സാമൂഹ്യ സ്വഭാവങ്ങളൊക്കെ ആർജിക്കുന്നത്. നല്ല സ്വഭാവം പഠിക്കുന്നതും ചീത്ത സ്വഭാവവും ഒക്കെ പഠിക്കുന്നത് കുട്ടി ആദ്യം പഠിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലും പുറത്തും കുട്ടിയുടെ വ്യവഹാര സമായോജനം നിർണയിക്കുന്നത് മാതാപിതാക്കളുമായുള്ള അവന്റെ ബന്ധമത്രേ. അപ്പൊ കുടുംബത്തിലായിരുന്നാലും കുടുംബത്തിന് പുറത്ത് മൊത്തം സമൂഹത്തായിരുന്നാലും എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരുമായിട്ട് ഒത്തുപോകണം എന്നതൊക്കെ നിർണയിക്കുന്നത് മാതാപിതാക്കളുമായുള്ള അവന്റെ ബന്ധമാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് കുട്ടി ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കുട്ടിയുടെ ഉള്ളിലുള്ളൊരു കാര്യമല്ല, കുട്ടിയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കുട്ടിയുടെ പരിസ്ഥിതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയുടെ ചുറ്റുമുള്ള ഒരു കാര്യമാണ് അവന്റെ കുടുംബം. ആ കുടുംബത്തിൽ നിന്നാണ് മൊത്തം സമൂഹവുമായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു കുട്ടി ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അവന്റെ സാമൂഹിക വികസനത്തിൽ കുടുംബത്തിന് വളരെ വലിയ പങ്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, കുട്ടികളുടെ വികാസത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഘടകം ഏതാണ്? കുടുംബം, സമസംഘം, സ്കൂൾ, സമൂഹം. സമൂഹത്തിനും സ്കൂളിനും പിന്നെ കുട്ടിയുടെ സമപ്രായക്കാരായ സംഘങ്ങൾക്കുമൊക്കെ കുട്ടിയിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് കുടുംബത്തിന്റെ സ്വാധീനം. കുടുംബമാണ് ഒരു കുട്ടിയെ ആദ്യം തന്നെ പാകപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബമാണ് കുട്ടിയെ ഏറ്റവും അധികം കുട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകം. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഫാമിലി അഥവാ കുടുംബം. കുടുംബം കഴിഞ്ഞാൽ പിന്നെ സ്കൂളാണ് കുട്ടിയുടെ സാമൂഹ്യ വികസനത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന പരിസ്ഥിതി ഘടകം. വിദ്യാലയം. ഈ വിദ്യാലയത്തിൽ വെച്ചാണ് കുട്ടി പലവിധ സാമൂഹിക നൈപുണികളും മനോഭാവങ്ങളും ശീലങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നത്. സ്കൂളിൽ പലവിധ പരിപാടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. പിന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആരോഗ്യകരമായ ആശയവിനിമയം നടത്താൻ ഒരുപാട് സന്ദർഭങ്ങൾ ലഭിക്കും. അധ്യാപകരുടെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. സഹപാഠികളുമായിട്ട് സഹകരിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. അതൊക്കെ വഴി കുട്ടി ഒരുപാട് സാമൂഹിക നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ശീലങ്ങളും പഠിച്ചെടുക്കും. ഒരു സ്കൂളിൽ നല്ല ആരോഗ്യകരമായ സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്നുവെങ്കിൽ അത് കുട്ടികളെ ഒരുപാട് സാമൂഹികമായ നന്മകൾ വളർത്തിയെടുക്കും. എന്നാൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തമ്മിൽ അത്ര നല്ല ബന്ധമല്ലാത്ത
ഒരു 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 ചീത്ത സാഹചര്യമുള്ള സ്കൂളിലാണ് ഒരു കുട്ടി പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിയിൽ നിഷേധാത്മകമായ സാമൂഹ്യ സ്വഭാവങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ കുട്ടിയിൽ അത് മോശമായ സ്വാധീനമാണ് ഉണ്ടാക്കി തീർക്കുക. അപ്പൊ വിദ്യാലയം കുട്ടിയുടെ സാമൂഹ്യ വികസനത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ഘടകം സമവയസ് സംഘം അഥവാ പിയർ ഗ്രൂപ്പ്, അഥവാ ആ കുട്ടിയുടെ പ്രായത്തിൽപ്പെട്ട കൂട്ടുകാരുടെ സംഘം. അതാണ് മൂന്നാമതായിട്ട് കുട്ടിയുടെ സാമൂഹിക വികസനത്തിൽ പങ്കുവഹിക്കുന്ന പരിസ്ഥിതി ഘടകം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, കുടുംബമാവട്ടെ ഇനി വിദ്യാലയമാവട്ടെ, അവിടെ നിന്നൊക്കെ ചില സംസ്കാരങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്, കുട്ടിയെ കൊണ്ട് സ്വീകരിപ്പിക്കുകയാണ്. ഒരു സംഘ സംസ്കാരം കുട്ടിയെ കൊണ്ട് സ്വീകരിപ്പിക്കുകയാണ് കുടുംബങ്ങളും വിദ്യാലയങ്ങളും ചെയ്യുന്നത്. എന്നാൽ സ്വന്തം കൂട്ടുകാരുടെ സംഘത്തിൽ കുട്ടി സ്വന്തം തന്നെ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുക. സ്വന്തം കൂട്ടുകാരുമായിട്ട് എങ്ങനെ പെരുമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടി സ്വന്തം മനസ്സാൽ സ്വയം തന്നെ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പൂർണ്ണമായും സാമൂഹ്യവൽക്കരിക്കുന്നത് ഈ സംഘമാണ്, കൂട്ടുകാരുടെ സംഘം. വീട്ടിന് പുറത്ത് ചെറിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നത് വഴി കുട്ടികളുടെ സാമൂഹിക ബന്ധങ്ങളുടെ വ്യാപ്തി വിശാലമാവുന്നു, അവർ സാമൂഹികമായ ധാരണ വളർത്തുന്നു. അപ്പോൾ സമവയ സംഘം വളരെ വലിയ സ്വാധീനമാണ് കുട്ടികളുടെ സാമൂഹ്യ വികസനത്തിൽ ചെലുത്തുന്നത്. ഇതുവരെ നമ്മൾ സാമൂഹിക വികസനത്തെക്കുറിച്ച് അഥവാ സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാൻമാർഗിക വികസനത്തെക്കുറിച്ച് അഥവാ മോറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് സാൻമാർഗിക വികസനം, മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ മോറൽ എന്ന് പറയുന്ന വാക്കിനെ പറ്റി നമുക്ക് ആദ്യം ചിന്തിക്കാം. മോർസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മോറൽ എന്ന വാക്കുണ്ടായത്. ആ വാക്കിന്റെ അർത്ഥം മര്യാദകൾ, ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ എന്നൊക്കെയാണ്. അപ്പോ ഈ സാൻമാർഗിക വികസനം സന്മാർഗ ധാരണകളെയും സന്മാർഗ വ്യവഹാരങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. സന്മാർഗത്തെ സംബന്ധിച്ച ധാരണകൾ വികസിച്ചു തുടങ്ങുന്നത് നല്ലതെന്ത് ചീത്തയെന്ത് എന്നും ശരിയേത് തെറ്റേത് എന്നും മനസ്സിലാക്കാൻ ആരംഭിക്കുന്നതോട് കൂടിയിട്ടാണ്. ആ ബോധം ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. നല്ലതെന്താണ്, ചീത്ത എന്താണ്, ശരി ഏതാണ്, തെറ്റേതാണ്. ഈ ബോധമില്ലാതെയാണ് നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ മറ്റുള്ളവരോട് തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട് ആളുകൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുമോ? മറ്റ് ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങൾക്ക് ഉപദ്രവമാവുന്ന തെറ്റായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല. ഈ ശക്തമായ സാൻമാർഗിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പെരുമാറ്റം, അതിനാണ് സാൻമാർഗിക വ്യവഹാരം എന്ന് പറയാം. അതുണ്ടെങ്കിൽ മാത്രമേ ശരിയായ സാമൂഹ്യ വ്യവഹാരം ഉണ്ടാവുകയുള്ളൂ. അതാണ് സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ, സമൂഹത്തിൽ നല്ല രീതിയിൽ നമുക്ക് പെരുമാറണമെങ്കിൽ നമ്മൾ സാൻമാർഗിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം പെരുമാറുവാൻ. ശരിയേത് തെറ്റേത്, നല്ലതേത് ചീത്തയേത് എന്നൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം. അതിനെയാണ് സാൻമാർഗിക വികസനം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്, മോറൽ ഡെവലപ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡന്റ് അപ്പോൺ സാൻമാർഗിക വികസനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ബുദ്ധിവികാസവുമായിട്ട് അല്ല, ലേണിംഗ് പഠനവുമായിട്ടല്ല, പെർസെപ്ഷനുമായിട്ടല്ല, സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണവുമായിട്ട് ഈ സാൻമാർഗിക വികസനത്തിന് ബന്ധമുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ സാൻമാർഗിക വികസനം ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിലുള്ള സാമൂഹികമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സാമൂഹ്യ വികസനത്തിന്റെ മറ്റൊരു വാക്കാണ് സോഷ്യലൈസേഷൻ എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ സോഷ്യലൈസേഷനുമായിട്ടാണ് മോറൽ ഡെവലപ്മെന്റിന് ബന്ധമുള്ളത്. അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മോറൽ ഡെവലപ്മെന്റ്. അപ്പൊ സോഷ്യലൈസേഷനും മോറൽ ഡെവലപ്മെന്റും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നന്നായി മോറൽ ഡെവലപ്മെന്റ് ഉണ്ടായാൽ മാത്രമേ സോഷ്യലൈസേഷൻ സാധ്യമാവുകയുള്ളൂ. ഇനി ഈ കുട്ടിയിൽ എങ്ങനെയാണ് സന്മാർഗ വികസനം ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കുട്ടി ഇതൊക്കെയും ആദ്യമായി പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കൾ സ്വീകരിക്കുന്നുവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ തള്ളിക്കളയുന്നുവോ എന്നത് നോക്കിയിട്ടാണ് കുട്ടി ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത്.
മാതാപിതാക്കൾ അംഗീകരിക്കാതെ കുറ്റപ്പെടുത്തുന്ന ഏതൊരു കാര്യവും ചീത്തയാണ്, അത് തെറ്റാണ് എന്ന് കുട്ടി മനസ്സിലാക്കും. മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ, മാതാപിതാക്കൾ അത് ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ല, അത് ചീത്തയായ കാര്യമാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. എന്നാൽ മാതാപിതാക്കൾ അനുവദിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ശരി, അതൊക്കെ ശരിയായ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അഥവാ സമ്മാനം കിട്ടുന്ന പ്രവൃത്തി അതാണ് കുട്ടിയെ ആനന്ദിപ്പിക്കുന്നു, കുട്ടി അത് ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ എന്തെങ്കിലും ശിക്ഷയാണ് ഒരു പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ കിട്ടുന്നതെങ്കിൽ ആ പ്രവർത്തനം ചീത്തയാണ്, അത് തെറ്റാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കുട്ടി സന്മാർഗത്തെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. സന്മാർഗ വികസനം കുട്ടിയിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. മാതാപിതാക്കളുടെ പ്രതികരണത്തെ നോക്കിയിട്ടാണ്. മാതാപിതാക്കൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ അത് ശരിയായ പ്രവർത്തനം, മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് തെറ്റായ പ്രവർത്തനം. അങ്ങനെയാണ് കുട്ടി സന്മാർഗം ആദ്യമായിട്ട് പഠിക്കുന്നത്. ഈ സാൻമാർഗിക വികസനത്തെ നമുക്ക് വേണമെങ്കിൽ സാമൂഹിക വികസനത്തിന്റെ ഒരു ഭാഗമായി തന്നെ കണക്കാക്കാം. ഈ സാൻമാർഗിക വികസനത്തെ സാമൂഹിക വികസനത്തിന്റെ ഒരു ഭാഗമായി തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം നല്ല സാൻമാർഗിക ശീലങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തി, അഥവാ സാൻമാർഗിക മൂല്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല സാമൂഹികമായ ബോധമുണ്ടാകും. ആ കുട്ടിക്ക് സമൂഹവുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും. അപ്പോൾ സാൻമാർഗിക വികസനം സാമൂഹിക വികസനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. സാൻമാർഗിക വികസനം പല ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആ ഘട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും പഠനം നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു ശാസ്ത്രജ്ഞനാണ് കോൾബർഗ്. കോൾബർഗ് സാമൂഹിക വികസനത്തെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം അതിന് പല ഘട്ടങ്ങളായിട്ടാണ് അത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം കണ്ടെത്തിയത് 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങളുണ്ട് സാൻമാർഗിക വികസനത്തിന് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. 3 തലങ്ങളിൽപ്പെട്ട 6 ഘട്ടങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 ഘട്ടങ്ങളെ അദ്ദേഹം പ്രീ കൺവെൻഷനൽ എന്ന് വിളിച്ചു, അഥവാ വ്യവസ്ഥാപിത പൂർവ്വതലം. അടുത്ത 2 ഘട്ടങ്ങളെ അദ്ദേഹം കൺവെൻഷനൽ എന്നാണ് വിളിച്ചത്, അഥവാ വ്യവസ്ഥാപിത തലം. അവസാനത്തെ 2 ഘട്ടങ്ങൾ അദ്ദേഹം വ്യവസ്ഥാപിതാനന്തര തലം അഥവാ പോസ്റ്റ് കൺവെൻഷനൽ എന്നാണ് അദ്ദേഹം വർഗീകരിച്ചത്. അപ്പോൾ പ്രീ കൺവെൻഷനൽ, കൺവെൻഷനൽ, പോസ്റ്റ് കൺവെൻഷനൽ, ഇങ്ങനെയാണ് കോൾബർഗ് സാമൂഹിക വികസന ഘട്ടങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതാണ് കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ. ഒന്നാമത്തെ തലം വ്യവസ്ഥാപിത പൂർവ്വതലം, 4 മുതൽ 10 വയസ്സ് വരെ. അതിന് താഴെ തലം 2 വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെ. തലം 3 വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷം. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. തലം 1 വ്യവസ്ഥാപിത പൂർവ്വതലം അഥവാ പ്രീ കൺവെൻഷനൽ സ്റ്റേജ്, 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഈ 4 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഉള്ളത്. ഒന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടം. അടി കിട്ടരുത്, മാതാപിതാക്കളിൽ നിന്ന് അടി കിട്ടരുത്, അവർ ചീത്ത പറയരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് ഒന്നാമത്തെ ഘട്ടം. 2ാം ഘട്ടമാണ് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം. കുട്ടികളുടെ ആവശ്യങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തോടു കൂടി മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്ന ഘട്ടം. അതാണ് 2ാം ഘട്ടം. ഇനി തലം 2 കൺവെൻഷനൽ സ്റ്റേജ് അഥവാ വ്യവസ്ഥാപിത തലം, 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള അവസ്ഥയാണത്. അതിൽ ഒരു ഘട്ടം സംഘമാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. അഥവാ അവർക്കൊരു ഗ്യാങ് ഉണ്ടാകും, ആ ഗ്യാങ്ങിന്റെ മാനദണ്ഡങ്ങളോടൊക്കെ യോജിച്ചു പോകുന്ന ഘട്ടം. ഘട്ടം 4 സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സാമൂഹിക നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഘട്ടമാണ് ഘട്ടം 4. ഇനി 3ാമത്തെ തലം വ്യവസ്ഥാപിതാനന്തര തലം, 13 വയസ്സിന് ശേഷമാണ് ഈ പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിലെ പ്രത്യേകത എന്താണ്? ഘട്ടം 5 നോക്കാം. അതിൽ തലം 3-ൽ 2 ഘട്ടങ്ങൾ, 5, 6 എന്നീ 2 ഘട്ടങ്ങളുണ്ട്. ഘട്ടം 5-ൽ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും
സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. അപ്പോൾ ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളൊക്കെ കുട്ടി അംഗീകരിക്കുന്ന ഘട്ടമാണ് 13 വയസ്സിന് ശേഷമുള്ള ആദ്യ ഘട്ടം. ഘട്ടം 6 സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ സിദ്ധാന്തങ്ങളുമായിട്ട് കുട്ടി പരിപൂർണമായിട്ട് യോജിച്ചു പോകുന്ന ഘട്ടം. അതാണ് 6ാമത്തെ ഘട്ടം. ഇങ്ങനെ 6 ഘട്ടങ്ങളായിട്ട് 3 തലങ്ങൾ അഥവാ 3 തലങ്ങളായിട്ടുള്ള 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കുട്ടിയുടെ സാൻമാർഗിക വികസനത്തിൽ. ഇങ്ങനെ 6 ഘട്ടങ്ങളാണ് ഉള്ളത് എന്നാണ് കോൾബർഗ് പറയുന്നത്. കേട്ടറ്റ് പരീക്ഷകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു കോൾബർഗിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. ചോദ്യം ഇതാണ്: സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? നമുക്കറിയാം, 1ാമത്തെ ഘട്ടം വ്യവസ്ഥാപിത പൂർവ്വഘട്ടം അഥവാ പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി. ആ ഘട്ടത്തിലാണ് ആ കുട്ടി ഉള്ളത്. നമുക്കറിയാം, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മറ്റുള്ളവരെ അനുസരിക്കുന്ന ഘട്ടമാണ് പ്രീ കൺവെൻഷനൽ അഥവാ വ്യവസ്ഥാപിത പൂർവ്വഘട്ടം. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി എന്നതാണ്. ഇതേ കാര്യം തന്നെ മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നു. രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? ഈ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് വ്യവസ്ഥാപിത പൂർവ്വതലം. വ്യവസ്ഥാപിത പൂർവ്വതലത്തിലാണ് കുട്ടികൾ ശിക്ഷ ഭയന്നുകൊണ്ടോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മാതാപിതാക്കളെ അനുസരിക്കുന്നത്. അപ്പോൾ അത് വ്യവസ്ഥാപിത പൂർവ്വതലം പ്രീ കൺവെൻഷനൽ ലെവലിലാണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പൊ മറ്റൊരു ചോദ്യം കൂടി, മറ്റൊരു പരീക്ഷയിൽ വന്ന വേറൊരു ചോദ്യം കൂടി നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. അമ്മേ, എനിക്കൊരു ട്രോഫി തരികയാണെങ്കിൽ ഞാൻ നന്നായി പെരുമാറാം. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ധാർമ്മിക വികസനത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോ ഒരു ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി നന്നായി പെരുമാറുകയാണ്. അപ്പോൾ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി നന്നായിട്ട് പെരുമാറുക, മറ്റുള്ളവരെ അനുസരിക്കുക. ഇത് ഏത് ഘട്ടത്തിലാണ്? ഇത് പ്രീ കൺവെൻഷനൽ സ്റ്റേജിൽ അഥവാ വ്യവസ്ഥാപിത പൂർവ്വഘട്ടത്തിലാണ്. വ്യവസ്ഥാപിത പൂർവ്വഘട്ടത്തിൽ പ്രീ കൺവെൻഷനൽ സ്റ്റേജ്. അപ്പോൾ ഇവിടെ യാഥാസ്ഥിക പൂർവ്വഘട്ടം എന്നാണ് ഓപ്ഷൻ എ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്, വ്യവസ്ഥാപിത പൂർവ്വഘട്ടം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ചില വാക്കുകളൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള വാക്കുകൾ അല്ലാതെ ചില അപൂർവം ചില ചോദ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറുഭാഗത്തുള്ള ഇംഗ്ലീഷ് ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു നോക്കുക. പ്രീ കൺവെൻഷനൽ, കൺവെൻഷനൽ, സെൻസർ മോട്ടോർ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജ് എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യവസ്ഥാപിത പൂർവ്വഘട്ടം എന്ന് പറഞ്ഞത് പോസ്റ്റ് കൺവെൻഷനൽ സ്റ്റേജിനെ കുറിച്ചാണ്. അപ്പോൾ പോസ്റ്റ് കൺവെൻഷനൽ എന്നത് ഓപ്ഷൻ എ ആണല്ലോ, നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് എ ആണ് ശരിയായ ഓപ്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഏതൊരു വാക്ക് പഠിക്കുമ്പോഴും ഇങ്ങനെ ചില ടേംസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. സാൻമാർഗിക വികസനത്തെ കുറിച്ച് പഠിച്ച മറ്റൊരു മനഃശാസ്ത്രജ്ഞനാണ് പിയാഷെ. അദ്ദേഹം ചില സാൻമാർഗിക വികസനങ്ങൾക്ക് ചില ഘട്ടങ്ങൾ ഉണ്ട് എന്ന് പിയാഷെയും കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായി 4 ഘട്ടങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഒന്നാമത്തെ ഘട്ടം അനോമി. 5 വയസ്സ് വരെയുള്ള ഘട്ടമാണ് അനോമി എന്ന ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഹെറ്ററോണമി അതോറിറ്റി. 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് അദ്ദേഹം ഹെറ്ററോണമി അതോറിറ്റി എന്ന് വിളിച്ചത്. മൂന്നാമത്തെ ഘട്ടം ഹെറ്ററോണമി റെസിപ്രോസിറ്റി.
ഹെറ്ററോണമി, റെസിപ്രോസിറ്റി. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലമാണ് ഹെറ്ററോണമി, റെസിപ്രോസിറ്റി എന്ന് അദ്ദേഹം വിളിച്ചത്. 4ാമത്തെ ഘട്ടം ഓട്ടോണമി അഡോളസൻസ്. ഓട്ടോണമി അഡോളസൻസ് 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലം. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് സാൻമാർഗിക വികസനത്തിനുള്ളത് എന്നാണ് പിയാഷെ പറയുന്നത്. അനോമി, ഹെറ്ററോണമി അതോറിറ്റി, ഹെറ്ററോണമി റെസിപ്രോസിറ്റി, ഓട്ടോണമി അഡോളസൻസ്. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് സാൻമാർഗിക വികസന ഘട്ടങ്ങൾ എന്നാണ് പിയാഷെ പറയുന്നത്. ഇനി നമുക്ക് ആ ഘട്ടങ്ങളെ ഒന്ന് വിശദീകരിക്കാം. 1ാമത്തെ ഘട്ടം അനോമി. ആദ്യത്തെ 5 വർഷമാണ് അനോമി എന്ന് അറിയപ്പെടുന്നത്, അനോമി ഘട്ടം. ഈ ഘട്ടം, അനോമി എന്ന് പറഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥയില്ലാത്ത അവസ്ഥയാണ് അനോമി. അപ്പോൾ ഈ ഘട്ടത്തിൽ 5 വയസ്സ് വരെയുള്ള ഘട്ടത്തിൽ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വേദനയും ആനന്ദവുമാണ്. വേദന ഉണ്ടാക്കുന്നത് ചെയ്യരുത്, സന്തോഷമുണ്ടാകുന്നത് ചെയ്യണം. അപ്പോൾ ഈ ഘട്ടത്തിൽ ശിശുക്കളുടെ, കുട്ടികളുടെ വ്യവഹാരം, അവരുടെ പെരുമാറ്റം സാൻമാർഗികമോ അസാൻമാർഗികമോ അല്ല, സന്മാർഗരഹിതമാണ്. അതാണ് അനോമി എന്ന ഘട്ടം. റൂസോ ഈ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞത്, റൂസോ എന്ന ചിന്തകനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. റൂസോ പറഞ്ഞത് ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ്, നൈസർഗിക പരിണിത ഫലത്തിന്റെ വിനയനം ആണ് ഇതെന്നാണ് റൂസോ പറഞ്ഞത്. ഡിസിപ്ലിൻ ഓഫ് നാച്ചുറൽ കോൺസിക്വൻസസ്. 2ാമത്തെ ഘട്ടം ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്ന ഘട്ടമാണ്. 5 വയസ്സ് മുതൽ 8 വരെയുള്ള 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്ന ഘട്ടം. ഈ ഘട്ടത്തിലെ പ്രത്യേകത പ്രതിഫലവും ശിക്ഷയുമാണ് ഈ ഘട്ടത്തിൽ സാമൂഹിക വികസനത്തെ ക്രമപ്പെടുത്തുന്നത്. അഥവാ സമ്മാനം കിട്ടുമെങ്കിൽ ചെയ്യും, ശിക്ഷ കിട്ടുമെങ്കിൽ ചെയ്യില്ല. അങ്ങനെ സമ്മാനിക്കപ്പെടുന്ന, പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മുതിർന്നവരെ ശിക്ഷ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഇതാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്ന ഘട്ടം. മുതിർന്നവരെ അടിച്ചേൽപ്പിക്കുന്ന ശിക്ഷകൾ അല്ലെങ്കിൽ കൃത്രിമ പ്രത്യാഘാതത്തിലൂടെയാണ് ഈ വിനയനം ഇത് കൈവരുന്നത്, ഈ സ്വഭാവം ഉണ്ടായിത്തീരുന്നത്. ഇതിനെ ഡിസിപ്ലിൻ ഓഫ് ആർട്ടിഫിഷ്യൽ കോൺസിക്വൻസസ്, പ്രത്യാഘാതത്തിലൂടെ കൈവരുന്ന വിനയനം എന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് ബാഹ്യമായ അധികാരമായിരിക്കുന്ന അച്ഛനമ്മമാരുടെ അധികാരം. അവര് സമ്മാനം തരുമോ, അവരുടെ പ്രോത്സാഹനം ലഭിക്കുമോ, അവർ പുകഴ്ത്തുമോ, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കുമോ, ഇങ്ങനെ നമുക്ക് പുറത്തുള്ള ഒരാൾ, കാരണം മാതാപിതാക്കളോ രക്ഷാധികാരികളോ, അവരുടെ അധികാരമാണ് ഇവിടെ ഒരു കുട്ടിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹെറ്ററോണമി അതോറിറ്റി എന്ന് പറയുന്ന ഘട്ടം. 3ാമത്തെ ഘട്ടം ഹെറ്ററോണമി റെസിപ്രോസിറ്റി. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കാലം. ഈ ഘട്ടത്തിൽ കുട്ടികളുടെ സാൻമാർഗികമായ പെരുമാറ്റങ്ങളെ, വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് പാരസ്പര്യമാണ്. അതായത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് നമ്മൾ ചെയ്യരുത്. അതാണ് പാരസ്പര്യം എന്ന് പറയുന്നത്. നമുക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് നമ്മൾ ചെയ്യരുത്, ആ ഒരു മനോഭാവം. ഈ ഘട്ടത്തിൽ അവരുടെ സമപ്രായക്കാരുമായുള്ള സഹകരണത്തിൽ അധിഷ്ഠിതമാണ് സന്മാർഗബോധം. അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത മറ്റുള്ളവർക്കും ഉണ്ടാവരുത്, നമുക്ക് ഉപദ്രവമായി തോന്നുന്നത് മറ്റുള്ളവരോടും ചെയ്യരുത്. അപ്പൊ ഒരു സംഘവുമായുള്ള യോജിപ്പ് സ്വഭാവമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. ഹെറ്ററോണമി റെസിപ്രോസിറ്റി. ഈ ഘട്ടത്തിലെ പ്രത്യേകത പാരസ്പര്യമാണ്. നമുക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും മറ്റുള്ളവരോട് പ്രവർത്തിക്കരുത് എന്ന ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുട്ടികൾ ആ കാലഘട്ടത്തിൽ അവരുടെ സാൻമാർഗിക വ്യവഹാരങ്ങൾ ഉണ്ടാവുക. 4ാമതായിട്ട് ഓട്ടോണമി അഡോളസൻസ്. ഓട്ടോണമി അഡോളസൻസ് എന്ന ഘട്ടം 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. പിയാഷെ ഈ ഘട്ടത്തെ വിളിക്കുന്നത് നീതിബോധത്തിന്റെ ഘട്ടം എന്നാണ്. നീതിബോധത്തിന്റെ ഘട്ടം, അതായത് പാരസ്പര്യത്തിൽ തികഞ്ഞ സമത്വം നിർബന്ധമായിട്ട് വേണം. പരസ്പരം സമത്വത്തിൽ അധിഷ്ഠിതമായ പെരുമാറ്റമാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വല്ലാത്ത സ്വാതന്ത്ര്യത്തോടുള്ള താല്പര്യമാണ്, സ്വാതന്ത്ര്യ വാജ്ഞ ഉണ്ടായിരിക്കും കുട്ടികൾക്ക്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവരുടെ നീതിബോധം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, സാഹചര്യം, അതിനനുസരിച്ച് കൊണ്ടാണ് അവരുടെ നീതിബോധം വളരുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനെയും ഓരോ പെരുമാറ്റത്തിനെയും
പൂർണ്ണ ഉത്തരവാദിത്വം കുട്ടിക്ക് തന്നെയാണ്. അതായത് സാൻമാർഗിക വ്യവഹാരത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെല്ലാം കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതായത് കുട്ടിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കുട്ടി ചെയ്യുക. ആ രീതിയിലുള്ള സ്വതന്ത്ര വ്യവഹാരമാണ് ഈ കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകത. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് കുട്ടി മാതാപിതാക്കളുടെ ശിക്ഷ ഭയന്നിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രോത്സാഹനം ഭയന്നിട്ടോ അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിട്ടോ ഒന്നുമല്ല കുട്ടി ആ ഘട്ടത്തിൽ ചെയ്യുക. കുട്ടി സ്വയം തന്നെ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന്. സ്വയം തന്നെ തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണ് കൗമാരഘട്ടം. ഇതാണ് ഓട്ടോണമി കുട്ടിക്ക് ലഭിക്കുകയാണ്. കാര്യങ്ങൾ ചെയ്യാനുള്ള ഓട്ടോണമി അഡോളസൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഭാഷാ വികസനത്തെ സംബന്ധിച്ചാണ്. ഒരു ഭാഷ എന്ന് നമ്മൾ പറയുമ്പോൾ, ഭാഷാ വികസനം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, സംസാരിക്കാനുള്ള കഴിവ്. രണ്ടാമത്തത് എഴുതാനുള്ള കഴിവ്. ഇത് രണ്ടുമാണല്ലോ ഭാഷയുടെ വികസനം എന്ന് പറയുന്നത് കൊണ്ട് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കഴിവുകൾ കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, കായികമായ പക്വത എന്ന് പറഞ്ഞാൽ ശാരീരികമായ ശേഷി കുട്ടിക്കുണ്ടായിരിക്കണം. കൈകൊണ്ടാണ് എഴുതേണ്ടത്, വായ കൊണ്ടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ സംസാരിക്കാനും വായ കൊണ്ട് സംസാരിക്കാനും കൈകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ശേഷി ഉണ്ടായിരിക്കണം. അതാണ് കായിക പരിപക്വത. അത് രണ്ടും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം കുട്ടിക്ക് എഴുതാനോ സംസാരിക്കാനോ കഴിയണമെന്നില്ല. രണ്ടാമതായി കുട്ടിക്ക് മാനസിക ശേഷി വേണം. അതായത് കുട്ടിയുടെ ബുദ്ധി നിലവാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ, മന്ദബുദ്ധിയായ ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് എഴുതാൻ കഴിയണമെന്നില്ല. അതേപോലെ കുട്ടിയുടെ വൈകാരിക ഘടന, അതുപോലെ കുട്ടിയുടെ സാമൂഹ്യ ബന്ധങ്ങൾ, ഇതൊക്കെ എത്രമാത്രം ഉണ്ട് എന്നത് പ്രതിഫലിപ്പിക്കുകയാണ് കുട്ടിയുടെ ഭാഷാ വികസനം. കുട്ടിക്ക് എഴുതാനും എത്രമാത്രം സംസാരിക്കാനാവും, എത്രമാത്രം എഴുതാനാവും എന്നതൊക്കെ ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കായിക പരിപക്വത, മാനസിക ശേഷി, വൈകാരിക ഘടന, സാമൂഹിക ബന്ധം. ഈ ഭാഷാ വികസനം ഉണ്ടാവണമെങ്കിൽ, അഥവാ സംസാരിക്കാനും എഴുതാനും ഒക്കെ കുട്ടി കഴിയണമെങ്കിൽ കുട്ടിക്ക് ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ആശയഗ്രഹണം കുട്ടിക്ക് കഴിയണം. ഈ സൂക്ഷ്മമായിട്ട് ഈ ഗ്രഹണം അതായത് ആശയങ്ങൾ മനസ്സിലാക്കാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ കുട്ടിക്ക് ശരിയായ അനുഭവങ്ങൾ ലഭിക്കണം. അധ്യാപകരെയും അതുപോലെ മാതാപിതാക്കളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കുട്ടിക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃക കാണിച്ചു കൊടുക്കണം. അതുപോലെ ഭാഷാ രൂപവൽക്കരണത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇതൊക്കെ മാതാപിതാക്കളും രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യമാണ്. നല്ല ഭാഷ വശമാക്കുന്നതിന് ഒന്ന് അനുകരിക്കാൻ പറ്റിയ മാതൃക കാണിച്ചു കൊടുക്കുക. അതേപോലെ ഭാഷാ രൂപവൽക്കരണത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് അധ്യാപകരും മാതാപിതാക്കളും ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും നൽകുന്ന ശരിയായ മാർഗദർശനം ഭാഷാ പഠനത്തിന് തീർച്ചയായും അത്യാവശ്യം തന്നെയാണ്. ഇനി നമുക്ക് ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമമാണ് പറയേണ്ടത്. ഭാഷ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം തന്നെ നമുക്കറിയാം, ആദ്യം എഴുതാൻ പഠിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, അതിൻ്റെ ക്രമം ഇങ്ങനെയാണ്: ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക. കുട്ടിക്ക് ഈ ഭാഷ കേൾക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. രണ്ടാമത് സ്പീക്കിംഗ്, ഭാഷണം, അത് സംസാരിക്കുക. മൂന്നാമതായിട്ടാണ് വായന, റീഡിങ്. നാലാമതാണ് അത് എഴുതുക എന്നത്, റൈറ്റിംഗ്. അപ്പൊ LSRW: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഈ ഓർഡറിലാണ് ഭാഷയുടെ പഠനം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു ഭാഷ പറയാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കുക. അപ്പോൾ കേൾക്കുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുക. ആദ്യം കേൾക്കണം. അപ്പോൾ കേൾക്കുകയും അതിനുശേഷം അത് പറയാൻ നമ്മൾ പഠിക്കുകയും ചെയ്താൽ വായിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെയാണ് ഒരു ഭാഷ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. കുട്ടികൾക്ക് ഈ ഭാഷ കേൾക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. എന്നിട്ട് കുട്ടികൾ ഇത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. എങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനും എഴുതിപ്പിക്കാനുമൊക്കെ എളുപ്പം സാധിക്കും. ഇത് സംബന്ധമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്: കുട്ടികളിൽ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഏതാണ്? ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം. കുട്ടികളിൽ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഏതാണ്? ശ്രവണം,
ഭാഷണം, വായന, ലേഖനം. അപ്പോൾ ഈ ഭാഗത്ത് ഇംഗ്ലീഷ് നൽകിയിരിക്കുന്നു ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, LSRW. അപ്പോൾ ഉത്തരം എ എന്ന ഓപ്ഷനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചില ഭാഷണ വൈകല്യങ്ങൾ അഥവാ സംസാരത്തിൽ ഉണ്ടാവുന്ന വൈകല്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അത് ഭാഷാപരമായ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതായത് ഈ ശാരീരികമായ പരിപക്വനം അത് മന്ദഗതിയിലാണെങ്കിൽ, അതോടൊപ്പം തന്നെ പഠിക്കേണ്ടുന്ന രൂപത്തിലായില്ല എങ്കിൽ ചില തെറ്റായ രീതിയിലുള്ള സംസാര ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടാകും. ഉദാഹരണത്തിന് ചില അക്ഷരങ്ങൾ കുട്ടികൾ വിഴുങ്ങും, തെറ്റായി ഉച്ചരിക്കും, വ്യാകരണ നിയമങ്ങൾ തെറ്റായി പ്രയോഗിക്കും, അതേപോലെ സംസാരിക്കുന്നതിൻ്റെ വേഗം ക്രമീകരിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെയാണ് ഭാഷണ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊഞ്ഞ, ലിസ്പിംഗ്, അതുപോലെ അസ്പഷ്ടത, സ്ലറിങ്, വിക്ക്, സ്ലറ്ററിങ് ആൻഡ് സ്റ്റാമറിങ്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണപ്പെടുന്ന സംസാര വൈകല്യങ്ങൾ. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്ന്, മന്ദഗതിയിലുള്ള പരിപക്വനം മൂലം, അല്ലെങ്കിൽ പഠിക്കുന്നത് സമർത്ഥമായ രൂപത്തിലല്ല എങ്കിൽ അസമർത്ഥമായ പഠനം മൂലം. ഇതൊക്കെയാണ് ഇത്തരം തെറ്റായ രീതിയിലുള്ള സംസാര ശീലങ്ങൾ ഉണ്ടാവാൻ കാരണം. ഇനി ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് ഓരോ വൈകല്യങ്ങളെയും കുറിച്ച് അല്പമൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തത് കൊഞ്ഞ അഥവാ ലിസ്പിംഗ്. കൊഞ്ഞ എന്ന് പറയുമ്പോൾ ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ കുട്ടിക്ക് പ്രയാസം അനുഭവപ്പെടുക, അതാണ് കൊഞ്ഞ. ഇതിൽ ചില അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ചില പദങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന മാറ്റമാണ് പ്രധാനം. അഥവാ ചില അക്ഷരങ്ങൾ, ചില പദങ്ങളൊക്കെ ഉച്ചരിക്കേണ്ട വിധമല്ലാതെ കുട്ടി ഉച്ചരിക്കുക എന്നതാണ് കൊഞ്ഞ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശൈശവകാലത്തെ സംസാര രീതി കുട്ടി മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. ശൈശവകാലത്ത് ഒരു കുട്ടി അത്ര കൃത്യമല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുക, കൊഞ്ഞയോടുകൂടിയാണ് സംസാരിക്കുക, അതെല്ലാവർക്കും അറിയാം. പക്ഷെ കുട്ടി വീണ്ടും വളർന്നു, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പഴയകാല സംസാര ശൈലി തന്നെ തുടരുകയാണ്. അപ്പോൾ അതിനാണ് കൊഞ്ഞ എന്ന് പറയുന്നത്, ലിസ്പിംഗ്. രണ്ടാമത്തെ പ്രശ്നമാണ് അസ്പഷ്ടത, സ്ലറിങ്. സ്ലറിങ് എന്ന് പറയുമ്പോൾ ഒന്നിലേറെ പദങ്ങൾ ഒട്ടിച്ചേർന്ന് പോവുക, ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമാണ് ഈ അസ്പഷ്ടത ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ കുട്ടിക്ക് ഇത് ശരിയായി ഉച്ചരിക്കാൻ പറ്റാതായി പോവുക, രണ്ട് പദങ്ങൾ ഒന്നിച്ച് ഒട്ടിച്ചേർന്നുകൊണ്ട് സംസാരിച്ച് പോവുക. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ പെട്ടെന്ന് പറയാനുള്ള ഒരു ധൃതി, ഒരു വ്യഗ്രത, ആവശ്യത്തിലധികം തിടുക്കം ഒക്കെ കുട്ടികൾ കാണിക്കുക, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് എപ്പോഴാണെന്ന് പരിശോധിച്ചാൽ, വല്ലാത്ത ഭയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈകാരികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നം കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, നാവ്, അതുപോലെ വായുടെ ഉൾഭാഗം, താടിയെല്ലുകൾ. അപ്പോൾ ഇതിനൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുകയാണെങ്കിലും ഈ അസ്പഷ്ടത അഥവാ സ്ലറിങ് സംഭവിക്കാവുന്നതാണ്. ഇത് സംബന്ധമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ശൈശവകാലത്തെ ഭാഷണ രീതി തുടരുന്നത് മൂലം കുട്ടികൾക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ കുട്ടിക്കാലത്തെ സംസാര ശൈലി കുട്ടി തുടരുന്നത് മൂലം ചില പദങ്ങൾ കുട്ടിക്ക് വ്യക്തമായി ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുടെ പേരെന്താണ്? ഉത്തരം ബി, കൊഞ്ഞ. കൊഞ്ഞയാണ് അഥവാ ലിസ്പിംഗ്. ബി ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ സംസാര വൈകല്യമാണ് വിക്ക്. വിക്ക് എന്നത് രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ്. ഇംഗ്ലീഷ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് എന്ന് രണ്ട് വാക്കുകൾ എഴുതിയിരിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് വിക്ക്. ഒന്ന്, ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ആ പദത്തിലെ ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു പോവുകയാണ്. ഒരു പദം പറയുമ്പോൾ ആ പദത്തിലെ ചില അക്ഷരങ്ങൾ കുട്ടി ആവർത്തിച്ചു പോവുക, ഇതിനാണ് സ്റ്റട്ടറിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ആവർത്തിച്ചു പോകുമ്പോൾ അഥവാ ശരിയായിട്ട് ഇത് ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ കുട്ടിയുടെ മുഖത്ത് ചില ഭാവങ്ങൾ ഉണ്ടാവും, ചില മുഖചേഷ്ടകൾ വന്നു പോകും. അതിനെയാണ് സ്റ്റാമറിങ് എന്ന് പറയുക.
ഈ സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും ചേർന്നതാണ് വിക്ക് എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ രണ്ടിനെയും കൂടിയാണ് വിക്ക് എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? ഉത്കണ്ഠ, ഭയം, മോഹഭംഗം, വൈരാഗ്യം, അരക്ഷിതത്വ ബോധം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങളാണ് ഈ വൈകല്യത്തിന് കാരണം. ഈ പ്രയാസം നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ വൈകാരിക സ്വഭാവത്തിന് വേണം നമ്മൾ ഊന്നൽ നൽകാൻ. ഒരു കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. 10 ഘടകങ്ങൾ എങ്കിലുമുണ്ട്. ഒന്നാമത് മാതാപിതാക്കളുടെ ഭാഷ, അതാണ് കുട്ടി പഠിക്കുക. രണ്ടാമത് സാംസ്കാരികമായ ഘടകങ്ങൾ. 3 പാരിസ്ഥിതിക ഘടകങ്ങൾ. 4 പരിവർത്തന നിലവാരം, കായിക നിലവാരം, വൈകാരിക വികസനം, ബുദ്ധി വികസനം, കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം, കുടുംബത്തിലെ സാമൂഹിക സാമ്പത്തിക നിലവാരം, അധ്യാപകന്റെ ഭാഷ. അപ്പം അധ്യാപകനാണ് കുട്ടിയെ ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അധ്യാപകന്റെ ഭാഷയും അതുപോലെ മാതാപിതാക്കളുടെ ഭാഷയും, കുട്ടി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ആളുകളാണല്ലോ, അവരെ ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തീർച്ചയായും അത് ആ കുട്ടിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പിന്നെ കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക നിലവാരം, കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം. ഇപ്പം മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ആ മുതിർന്ന കുട്ടിയുടെ സംസാരം കൂടിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. ഒരു വീട്ടിൽ തന്നെ കുറേ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ തമ്മിലുള്ള സംസാരം നടക്കും. അതുപോലെ ബുദ്ധി നിലവാരം, നല്ല ബുദ്ധിയുള്ള കുട്ടികൾ പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കും. കുട്ടികളുടെ വൈകാരിക വികസനം, കായിക നിലവാരം, പരിവർത്തന നിലവാരം, കുട്ടിയുടെ പാരിസ്ഥിതിക ഘടകങ്ങൾ, കുട്ടിയുടെ സാംസ്കാരിക ഘടകങ്ങൾ, ഇതൊക്കെ കുട്ടികളുടെ ഭാഷാ വികസനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഈ ഭാഷാ വികസനത്തെ സംബന്ധിച്ച് ചില മനഃശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനങ്ങളെക്കുറിച്ച് പറയാം. അതിലൊരാളാണ് നോം ചോംസ്കി. നോം ചോംസ്കിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്കിന്നർ എന്ന ഒരു മനഃശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. സ്കിന്നർ അഭിപ്രായപ്പെട്ടത് മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുസരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്നാണ്. സ്കിന്നറുടെ അഭിപ്രായം അതാണ്. മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ കുട്ടി അനുകരിക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് കുട്ടി ഏത് ചേഷ്ടയും പഠിച്ചെടുക്കുന്നത്. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്താണ്, സ്കിന്നറുടെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കും. ഇപ്പോൾ നോം ചോംസ്കിയുടെ ചിന്തകളെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഷാ വികസനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടാണ് സ്കിന്നറെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്. സ്കിന്നറെ കുറിച്ചും സ്കിന്നറുടെ ആശയങ്ങളും നമ്മൾ പിന്നീട് വിശദീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് കുട്ടി ഏത് ചേഷ്ടയും പഠിച്ചെടുക്കുന്നത്. മുതിർന്നവരെ അനുകരിച്ചുകൊണ്ടാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. മനുഷ്യ ശിശു ഭാഷ പഠിക്കുന്ന സാഹചര്യത്തെയും ചേഷ്ടാവാദത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് സ്കിന്നർ അടക്കമുള്ള വ്യവഹാര മനഃശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ആ ചേഷ്ടാവാദം എന്താണെന്ന് വിശദമായിട്ട് നമ്മൾ വിശദീകരിക്കും. സ്കിന്നറുടെയൊക്കെ വാദങ്ങളുടെ അടിസ്ഥാനം ചോദന പ്രതികരണ സിദ്ധാന്തമാണ്. അതെന്താണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. ഈ ചോദന പ്രതികരണ സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ടാണ് നോം ചോംസ്കി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച്, നോം ചോംസ്കിയുടെ അഭിപ്രായ പ്രകാരം, ഭാഷ കുട്ടി അനുകരിച്ച് പഠിക്കുകയല്ല ചെയ്യുന്നത്, ഭാഷ കുട്ടി നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഭാഷ നിർമ്മിക്കപ്പെടുകയാണ്. ഭാഷയുടെ ഒരു പ്രാഗ്രൂപം നമ്മുടെ ഒക്കെ മസ്തിഷ്കത്തിൽ ഓൾറെഡി ഉണ്ട്. അതുപയോഗിച്ച് ഭാഷ നിർമ്മിച്ചെടുക്കാനും അറിവ് ആർജിക്കുവാനുമാണ് കുട്ടിയെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പ്രാപ്തനാക്കേണ്ടത്. മൃഗങ്ങളുടെ ചേഷ്ടാ വ്യതിയാനങ്ങളുമായിട്ട് ഭാഷാ പഠനത്തെ തുലനം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് നോം ചോംസ്കി പറയുന്നത്. ഇനി നോം ചോംസ്കിയുടെ പ്രധാന ആശയങ്ങൾ, ഈ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോം ചോംസ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും എണ്ണമില്ലാത്തത്ര വാക്യങ്ങൾ സൃഷ്ടിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അനുകരണത്തിലൂടെയും പരിശീലനത്തിലൂടെയുമാണ് ഭാഷ സ്വായത്തമാക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അനന്തമായ വാക്യങ്ങൾ ഓരോരുത്തരും സൃഷ്ടിച്ചെടുക്കുന്നത്? മറ്റുള്ളവരെ അനുകരിച്ചാണ്
അല്ലെങ്കിൽ പരിശീലനത്തിലൂടെയാണ് ഭാഷ ഓരോരുത്തരും സ്വായത്തമാക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയേറെ വാക്യങ്ങളും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കുന്നത്? അപ്പോൾ പരിശീലനത്തിലൂടെയോ അനുകരണത്തിലൂടെയോ അല്ല ഭാഷ പഠിക്കുന്നത്. ഭാഷ നിർമ്മിക്കപ്പെടുകയാണ്. മസ്തിഷ്കത്തിൽ ഭാഷയുടെ ഒരു പ്രാഗ്രൂപം ഓൾറെഡി ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിൽ ഉണ്ട്. അതാണ് നോം ചോംസ്കി പറയുന്നത്. രണ്ടാമതായി, ഭാഷ എന്നത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു സിദ്ധിവിശേഷമാണ്. അത് മനുഷ്യർക്കേ ഉള്ളൂ, മൃഗങ്ങൾക്ക് അതില്ല. മൃഗങ്ങളുടെ ആശയവിനിമയത്തെക്കാൾ വളരെ സങ്കീർണവും കാര്യക്ഷമവുമാണ് മനുഷ്യന്റെ ഭാഷാ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഭാഷയെ മൃഗങ്ങളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധിപ്പിച്ച് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ സ്കിന്നറെ പോലുള്ളവർ ചെയ്ത അബദ്ധം അതാണ് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമുള്ള ഒരു സിദ്ധിവിശേഷമാണ് ഭാഷ. അത് മറ്റു മൃഗങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറയുന്ന നോം ചോംസ്കിയുടെ രണ്ടാമത്തെ ആശയം. നോം ചോംസ്കി പറയുന്ന മൂന്നാമത്തെ ആശയം, 2 വയസ്സാവുമ്പോൾ തന്നെ കുട്ടികൾ ഭാഷാ പഠനം ആരംഭിക്കുന്നു. ഒരു 4-5 വയസ്സാവുമ്പോഴേക്കും മാതൃഭാഷയിലെ അത്യാവശ്യം വേണ്ട വ്യാകരണ നിയമങ്ങളെല്ലാം അവർ പഠിക്കുകയും ചെയ്യുന്നു. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും കുട്ടികൾ ഗ്രാമറുകളൊന്നും തെറ്റില്ലാതെ, ടെൻസുകളൊന്നും തെറ്റുവരുത്താതെ കുട്ടികൾ സംസാരിക്കും. ഏതെങ്കിലും ഒരു കുട്ടി ഞാൻ ഇന്നലെ പോകും അല്ലെങ്കിൽ നാളെ പോയി എന്ന് പറയാറുണ്ടോ? പറയാറില്ല. അപ്പോൾ കുട്ടി ആരും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും കുട്ടി അത് പഠിച്ചിരിക്കും. അപ്പോൾ മറ്റാരെയോ പറയുന്നത് കേട്ട് അതേ രീതിയിൽ അനുകരിക്കുകയല്ല ചെയ്യുന്നത്. ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്നതിന് തെളിവാണ് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ. നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത്, പരിചയപ്പെടുന്ന ഭാഷ പലപ്പോഴും പരിമിതവും അപൂർണവും ക്രമരഹിതവുമായിരിക്കും. അതാ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന സംസാരങ്ങൾ, അത് കുട്ടിയെ പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ലോ മറ്റുള്ളവരുടെ സംസാരം കുട്ടി കേൾക്കുന്നത്. കുട്ടി ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ സംസാരങ്ങൾ കേൾക്കുന്നു. പക്ഷേ കുട്ടി വികസിപ്പിച്ചെടുക്കുന്ന ഭാഷാശേഷി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, മിക്കവാറും പുഷ്ടവും വ്യവസ്ഥാപൂർണവുമായിരിക്കും ആ കുട്ടിയുടെ ആ സംസാരം. കുട്ടി വികസിപ്പിച്ചെടുക്കുന്ന ഭാഷാശേഷി, അതായത് കുട്ടി പരിചയപ്പെടുന്നത് മാത്രമല്ല കുട്ടികൾ സംസാര രൂപത്തിൽ പുറത്തു വിടുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അതേപടി ആവർത്തിക്കുകയല്ല കുട്ടി ചെയ്യുന്നത്. കുട്ടി അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തോ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ഭാഷ സംസാരത്തിൽ കുട്ടി കേട്ടതിനേക്കാൾ ഏറെ കുട്ടി പുറത്തേക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാഷ അനുകരണത്തിലൂടെയല്ല കുട്ടി പഠിക്കുന്നത് എന്നതാണ്. അദ്ദേഹം പറയുന്ന അഞ്ചാമത്തെ കാര്യം, എപ്പോഴാണ് കുട്ടികൾ ഭാഷാ പഠനം നടത്തുന്നത് എന്നതാണ്. അതായത് കുട്ടിയുടെ മസ്തിഷ്കം ഏറ്റവും അധികം വളർച്ച പ്രാപിക്കുന്നത് 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. കുട്ടികളുടെ ഭാഷാ പഠനം ഏറ്റവും തീവ്രമായി നടക്കുന്നതും ഈ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ആറാമതായി അദ്ദേഹം പറയുന്നത്, എല്ലാ ഭാഷകൾക്കും ചില സാർവലൗകിക സ്വഭാവങ്ങളുണ്ട്. അഥവാ എല്ലാ ഭാഷകൾക്കും, ലോകത്തെ എല്ലാ ഭാഷകൾക്കും ഏതാണ്ട് ഒരേ സ്വഭാവം, ഒരു സാർവലൗകിക സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഷകളെല്ലാം ഘടനാപരമായിട്ട് വളരെ സാമ്യമുള്ളവയാണ്. വ്യത്യസ്ത ഭാഷകൾ തമ്മിൽ ബാഹ്യമായ ചില ലക്ഷണങ്ങളിൽ മാത്രമാണ് പ്രകടമായ വ്യത്യാസമുള്ളത്. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെ ഭാഷകളൊക്കെ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവയൊക്കെ സാർവലൗകികമായ സ്വഭാവം എല്ലാ ഭാഷകളിലും കാണാം. ഘടനാപരമായിട്ട് എല്ലാ ഭാഷകളും തമ്മിൽ വളരെയേറെ സാമ്യതയുണ്ട്. വ്യത്യസ്തമായ ഭാഷകൾ തമ്മിൽ ബാഹ്യമായ ചില ലക്ഷണങ്ങളിൽ മാത്രമാണ് പ്രകടമായ വ്യത്യാസമുള്ളത്. ഇതാണ് നോം ചോംസ്കി പറയുന്ന ആറാമത്തെ കാര്യം. ചുരുക്കത്തിൽ നോം ചോംസ്കി പറയുന്നത്, ഭാഷാജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അഥവാ മസ്തിഷ്കത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. മനസ്സിൽ ഭാഷാ ഘടകം എന്ന വേർതിരിച്ചെടുക്കാവുന്ന ഒരു ഘടകമുണ്ട്. അതിന് വ്യക്തമായ സവിശേഷതകളും ഘടനയും വ്യവസ്ഥയുമുണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. നോം ചോംസ്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് രചനാന്തരണ പ്രജനന വ്യാകരണം. രചനാന്തരണ പ്രജനന വ്യാകരണം, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നത് നോം ചോംസ്കിയുടെ വളരെ പ്രശസ്തമായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആശയമാണ്. അത് നമ്മൾ പിന്നീട് വിശദീകരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്.
മറ്റൊരു മനഃശാസ്ത്രജ്ഞനായ വൈഗോസ്കിയുടെ പഠനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുണ്ട്, സോഷ്യൽ കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറി, സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം, സോഷ്യൽ കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറി. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അധികം വിശദീകരിക്കുന്നില്ല. അത് പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മളത് വിശദമായിട്ട് തന്നെ പറയുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക പ്രസക്തി, അതുപോലെ സാമൂഹിക ബന്ധം. വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക പ്രസക്തിയും സാമൂഹിക ബന്ധവുമാണ് അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. സാമൂഹിക പരസ്പര വർത്തനത്തിലൂടെയും സമൂഹത്തിന്റെ സഹകരണം വഴിയും ഒരു വിദ്യാർത്ഥി വിജ്ഞാനം സൃഷ്ടിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ അധ്യാപകൻ പറയുന്നത് ഇങ്ങനെ കോപ്പി അടിക്കുകയല്ല. സാമൂഹിക പരസ്പര വർത്തനത്തിലൂടെയും സമൂഹത്തിന്റെ സഹകരണം വഴിയും ഒരു പഠിതാവ് അഥവാ ഒരു വിദ്യാർത്ഥി വിജ്ഞാനം സൃഷ്ടിക്കുകയാണ്, കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറി. അതാണ് വൈഗോട്സ്കി പറയുന്നത്. ഈ പ്രക്രിയയിൽ സമൂഹത്തിന്റെ സംസ്കാരം അഥവാ സമൂഹത്തിന്റെ കൾച്ചർ, ആ സംസ്കാരത്തിന്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവും അതിന്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമായ ഭാഷയുമാണ് പ്രധാനമെന്ന് അദ്ദേഹം കരുതുന്നു. അപ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ കേവലം സംസാരിക്കാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം കാണുന്നത്. ഒരു ജനതയുടെ സംസ്കാരം അതിൻ്റെ ഭാഷയിൽ പ്രതിഫലിക്കുന്നു. ഭാഷ സംസ്കാരത്തെ ഭാവി തലമുറയിലേക്ക് പകരാനുള്ള മാധ്യമമായും അതിനെ പരിഷ്കരിക്കാനും വളർത്താനുമുള്ള ഏറ്റവും ശക്തമായ ഉപാധിയായും വർദ്ധിക്കുന്നു എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പൊ കേവലം സംസാരിക്കുന്നതിനുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല, അതിനൊരു സാംസ്കാരികമായ തലം കൂടി ഉണ്ട് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാരണത്താൽ ഭാഷാ പഠനത്തിന് വിദ്യാഭ്യാസത്തിലും അതുവഴി ഉണ്ടാകേണ്ടുന്ന വികസനങ്ങളിലും വളരെ നിർണായകമായ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഭാഷാ പഠനം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ഭാഷാ പഠനത്തിന് വിദ്യാഭ്യാസത്തിലും അതുവഴി ഉണ്ടാകേണ്ട വികസനങ്ങളിലും നിർണായകമായ പങ്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ശരിയായ ഭാഷാ പഠനം അഥവാ സാമൂഹിക പ്രസക്തി മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഭാഷാ പഠനം ആവിഷ്കരിക്കണമെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. വൈഗോട്സ്കി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭാഷയിലെ പദങ്ങളുടെയും മറ്റ് ഘടകങ്ങളുടെയും അർത്ഥത്തെയും അതുപോലെ പ്രയോഗരീതിയെയും പോലും നിയന്ത്രിക്കുന്നത് സംസ്കാരവും അതുകൊണ്ട് തന്നെ ആ സംസ്കാരം മുറുകെ പിടിക്കുന്ന സമൂഹവുമാണ്. അതായത് ഒരു ഭാഷയിലെ പദങ്ങൾ അതുപോലെ ആ ഭാഷയിലെ മറ്റു ഘടകങ്ങളിലൊക്കെ അർത്ഥവും പ്രയോഗരീതിയും പോലും ആ സമൂഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. ആ ഭാഷയുടെ ഒരു സമൂഹവും ആ സമൂഹത്തിന്റെ സംസ്കാരവുമാണ് അവരുടെ ഭാഷയിലെ പദങ്ങളുടെയും മറ്റും അർത്ഥത്തെയും പ്രയോഗരീതിയെയും പോലും നിയന്ത്രിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷാ അധ്യാപകന്മാരോട് പറയാനുള്ളത്, ഭാഷയുടെ ഏത് ഭാഗമാണോ നിങ്ങൾ അഭ്യസിപ്പിക്കുന്നത്, ഒരു ഭാഷയുടെ ഏത് അംശമാണോ നിങ്ങൾ വിദ്യാർത്ഥിയെ അഭ്യസിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്, അത് പദമാവട്ടെ, വാക്യ മാതൃകകളാകട്ടെ, ഭാഷാ നിയമങ്ങളാവട്ടെ, അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളാവട്ടെ, ഏത് നിങ്ങൾ കുട്ടികളെ അഭ്യസിക്കാൻ സഹായിക്കുമ്പോഴും എല്ലാം അവതരിപ്പിക്കുന്നത് അതിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിലായിരിക്കണം. അതാണ് വൈഗോട്സ്കി പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.